വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതിൻ താമസമേറയില്ല. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രം പ്രാർത്ഥനാപൂർവം വിശ്വാസ സമൂഹത്തിനായി ഒരുക്കുന്ന വചന സന്ധ്യ എന്ന ഏവങ്കേലിയോൻ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ ഏവരെയും പ്രാർത്ഥനയോടെ സ്നേഹ ആദരവുകളോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഒരു ചിന്തകൻ ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. ചിന്തിക്കുന്നത് പോലെ ജീവിച്ചാൽ ജീവിതം ചന്തമുള്ളതാകും. ജീവിക്കുന്നത് പോലെ ചിന്തിച്ചാൽ ജീവിതം ചന്ത പോലെ ആകും. ചന്തമുള്ള ഒരു ജീവിതം, മനോഹരമായ ഒരു ജീവിതം, ഈ ഭൂമിയിലും നിത്യതയിലും കർത്താവിനോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സ്നേഹത്തിന്റെ ആഹ്വാനം. രക്ഷാകരമായ സ്ലീബ പെരുന്നാളിനെ തുടർന്നു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന വചനഭാഗമാണ്. ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവിന്റെ രക്ഷാ സുവിശേഷം 13 അധ്യായത്തിന്റെ 28 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളാകട്ടെ ഒഴിഞ്ഞു പോകുകയില്ല, മാറിപ്പോകുകയില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, മാറിപ്പോകാത്തത് കർത്താവിന്റെ വചനം മാത്രമാണ്. എന്നാൽ നമ്മെ മാറ്റുന്നത്, നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതും കർത്താവിന്റെ വചനമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, കരുതലാണ്. ആകയാൽ പ്രാർത്ഥനയോടെ ഈ വചനഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹമുള്ളവരെ, യേശു തമ്പുരാൻ ഒലിവ് മലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ കടന്നുവന്ന് ലോകാവസാനത്തെക്കുറിച്ച്, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്, രണ്ടാമത്തെ വരവിന്റെ അടയാളങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ പ്രിയപ്പെട്ടവർക്കായി ക്രിസ്തു നടത്തുന്ന സംശയ നിവാരണങ്ങളാണ് ആത്മീക വർധനവിനായിട്ട് നമുക്കായി പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ളത്. അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിക്കുവിൻ. സ്നേഹമുള്ളവരെ, അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അത്രമാത്രം അടുത്ത് ആസന്നമായിരിക്കുന്നു കർത്താവിന്റെ വരവ്. വചനം ഓർമ്മപ്പെടുത്തുന്നു, അവൻ ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരുവനും നശിച്ച് പോകാതിരിക്കുവാൻ വേണ്ടി. ആയതുകൊണ്ട് തന്നെ വചനത്തിലൂടെ ഒരു ഉണർവുള്ളവരായി, ദൈവവചനം കേട്ട്, ദൈവവചനം അനുസരിച്ച്, ദൈവവചനത്തിന്റെ രക്ഷയുടെ അനുഭവത്തിനു വേണ്ടി ശ്രമിക്കുന്നവരായിട്ട് നമ്മൾ മാറുവാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാലം എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാത്തതിനാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. എങ്ങനെ സൂക്ഷിക്കണമെന്ന? ഉണർവോടെ, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുവാൻ. തുടർന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരുവൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ കാവൽക്കാരെ നിയമിക്കുന്നത് പോലെ, വേലയ്ക്ക് കൊടുത്തിട്ട് വാതിൽ കാവൽക്കാരനോട് ഉണർന്നിരിക്കുവാൻ കൽപ്പിക്കുന്നത് പോലെ, ഉണർവുള്ള ഒരു കാവൽക്കാരായി നമ്മൾ ഓരോരുത്തരും മാറണം. പ്രിയപ്പെട്ടവരെ, ആ യജമാനൻ ഒരുപക്ഷെ സന്ധ്യയ്ക്ക് വന്നേക്കാം, രാവിലെയോ എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം യജമാനന് തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ എപ്പോ വേണമെങ്കിലും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ താക്കോൽ വാക്യമായി വചനം ഓർമ്മപ്പെടുത്തുകയാണ്. 37 വചനം, ഞാനോ നിങ്ങളോട് പറയുന്നു. ക്രിസ്തു നമ്മോടായിട്ട് പറയുകയാണ്, നിങ്ങളോട് പറയുന്നു. അത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ഉണർന്ന് ഇരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഉണർന്നിരിക്കുവാൻ, ജാഗ്രതയോടുകൂടെ ഇരിക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനം കർത്താവ് അവിടെ വെളിപ്പെടുത്തി തരികയാണ്. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി എങ്ങനെ ഉണർന്നിരിക്കണമെന്നാണ് വചനം പറയുന്നത്. 4 വചനഭാഗങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാം. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി എങ്ങനെ ഉണർന്നിരിക്കണം? ഒന്നാമതായി ശുദ്ധമുള്ള മാർക്കോസിന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ 37. മാർക്കോസിന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 37 വചനം.
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഉണർവോടെ ഇരിക്കുമ്പോൾ, ജാഗ്രതയോടുകൂടെ ഇരിക്കുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറുമ്പോൾ, യാമങ്ങളുടെ കാവൽക്കാരായിരുന്ന പുണ്യപിതാക്കന്മാർ ജീവിച്ച പരിശുദ്ധ സഭയിലാണ് നമ്മൾ ഓരോരുത്തരും. പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാൻ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കി പാർത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും എങ്ങനെ നമുക്ക് ഉണർന്നിരിക്കുവാനായിട്ട് സാധിക്കും? യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനഭാഗങ്ങൾ, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുന്നതിൽ അഭിമാനിക്കുന്നു. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. വലിയ ഒരു സ്നേഹത്തിന്റെ മുന്നറിയിപ്പ് നമുക്ക് നൽകുകയാണ്. ശരീരത്തിന്റെ വിശുദ്ധി, ആത്മാവിന്റെ വിശുദ്ധി, അതായത് വിശുദ്ധിയുള്ളവരായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നവരായിട്ട് നമുക്ക് ഒരുങ്ങണം. മൂന്നാമതായി പരിശുദ്ധ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വചനഭാഗങ്ങളിൽ അവിടെ അരകെട്ടി വിളക്ക് കത്തിച്ച് ഒരുങ്ങിയിരിക്കണം. യജമാനൻ വരുമ്പോൾ അങ്ങനെ കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറയുകയാണ്. വചനം കൊണ്ടുള്ള അരകെട്ടി, സ്വർഗീയമാകുന്ന പ്രകാശം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിലേക്ക് നോക്കി നമുക്ക് ജീവിക്കുവാനാകുമ്പോൾ നമ്മളും യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നാലാമതായി വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, യേശുവിന്റെ വരവിനായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം, അവന്റെ കൃപയുടെ പ്രത്യാശയിൽ നിങ്ങൾ വളരണം. ക്രിസ്തുവിന്റെ ഒരു പ്രത്യാശ. എന്താണ് ആ പ്രത്യാശ? അത് നിത്യരക്ഷ എന്നുള്ള പ്രത്യാശ, സ്വർഗ രാജ്യം എന്നുള്ള ഒരു പ്രത്യാശ. ആ പ്രത്യാശയിൽ കൃപയിലൂടെ ദൈവത്തിന്റെ ദാനം, അത് കൃപയിലൂടെയുള്ള പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറണം. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥമുള്ള ഒരു ജീവിതം, ചന്തമുള്ള ഒരു ജീവിതമായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. യേശുവിന് വേണ്ടി എങ്ങനെയാണ് നമുക്ക് ഉണർന്നിരിക്കുവാനായിട്ട് സാധിക്കുന്നത്? 3 വചനഭാഗങ്ങൾ കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ശുദ്ധമുള്ള ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ പരിശുദ്ധ വചനം, അവനിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. വചനം ഇപ്രകാരമാണ്, കർത്താവിൽ നിലനിൽക്കുവിൻ. നമ്മളെ വ്യതിചലിക്കുന്ന പലതും, വ്യതിചലിപ്പിക്കുവാനുള്ള പലതും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകാം. ഒരുപക്ഷെ ചില തെറ്റായ പഠിപ്പിക്കലുകൾ, ഒരുപക്ഷെ നമ്മുടേതായ പണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനമാനങ്ങളുടെയോ ഒക്കെ ചില വിളികളൊക്കെ ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തു എന്ന പാറയിൽ നിന്ന് നമ്മെ വ്യതിചലിക്കുന്നതാകാം. എന്നാൽ അപ്പോസ്തലൻ പറയുന്നു, കർത്താവിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുന്നവരാകണം. അങ്ങനെ ഉറച്ച് നിൽക്കുന്നവരാണ് ഉണർന്നിരിക്കുന്നവര്. വീണ്ടും പരിശുദ്ധ വചനം, പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 16-ന്റെ 13 പറയുന്നുണ്ട്, വിശ്വാസത്തിൽ കരുതലോടെ നിൽക്കണമെന്ന്. വചനം ഇപ്രകാരമാണ്, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പൗരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ, ചെയ്യുന്നതെല്ലാം സ്നേഹത്തോടെ ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ കരുതലിനെ പറ്റി ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ സ്നേഹമുണ്ടാകണം. നാം നിൽക്കുന്ന വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു പൗരുഷത്വം കാണിക്കുവാനായിട്ട്, അതിനുവേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട്, വിശ്വാസത്തിൽ കരുതലോടെ നിൽക്കുവാനായിട്ട് ഇടയാകണം. ഒരു ചലനാത്മകമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനിപ്പിക്കട്ടെ. പരിശുദ്ധന പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പാപ നുഖത്തിൽ വീഴാതെ സ്വതന്ത്രരായി നിങ്ങൾ നിലനിൽക്കണമെന്ന്.
സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ഉണർന്നിരിക്കേണ്ടതെന്നുള്ള 3 ചിന്തകൾ. പാപത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിൽ ഉറച്ച് നിന്നുകൊണ്ട് നമുക്കും ഉണർന്നിരിക്കുവാം. അതിന് ഈ കൂടിവരവ് മുഖാന്തരമായി തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, പാട്ടുകാരൻ പാടിയതുപോലെ അങ്ങയുടെ 2ാമത്തെ വരവിനു വേണ്ടി വിശുദ്ധിയോടെ ഉണർന്നിരിക്കുന്നവരായി കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം, പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം, വിശുദ്ധ കുർബാനയിലൂടെ അങ്ങയെ സ്വീകരിച്ച് വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപത്തെ ഉപേക്ഷിച്ച് ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന് ജീവിക്കുവാൻ, വിശ്വാസത്തിൽ സ്നേഹത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തുവിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.